നീ ചെയ്യേണ്ടത് നീ ചെയ്. എന്തേ? പ്രളയം ഉണ്ടാക്കാൻ നിനക്കറിയാലോ, ഉണ്ടാക്കിക്കാൻ. നിനക്ക് പ്രളയം ഉണ്ടാക്കിക്കാനുള്ള എല്ലാ സമയം പ്രളയം ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കും പ്രകൃതിക്ക്. പക്ഷെ അപ്പോൾ ഒരു അടി കൊടുക്കണമെന്ന് തോന്നും. എന്തേ? കിട്ടിയാലേ നീ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിൽ നിന്ന് നീ വിജ്ഞാനം നേട്. ചിലർ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ പറയാമെങ്കിൽ പ്രളയം നിർത്തിക്കൂടെ? നിർത്താം. നീ ചെയ്യേണ്ടത് നീ ചെയ്. എന്തേ? പ്രളയം ഉണ്ടാക്കാൻ നിനക്കറിയാലോ, ഉണ്ടാക്കിക്കാൻ. വിവേകാനന്ദൻ ഒരു ലക്ഷ്യത്തിലെത്തിയില്ല. പക്ഷേ വിവേകാനന്ദനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാളിയാണ്. കാളിയുടെ ഒരു ഓമന പുത്രനെന്ന് വേണം പറയാൻ. ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ സാത്വികമായ ഭാവത്തിൽ സ്നേഹത്തോടെ കുഞ്ഞ് നല്ല രീതിയിൽ പെരുമാറിയ അമ്മ നല്ല രീതിയിൽ ഇങ്ങോട്ടും തിരിച്ചു പെരുമാറും, അല്ലേ? സാത്വികമായും വളരെ ശാന്തമായും അമ്മ പെരുമാറും. അതേസമയം കുഞ്ഞമ്മയെ ദേഷ്യപ്പെടുത്തുമ്പോഴോ ദേഷ്യമാവും. വെറുപ്പും വിദ്വേഷവുമാണ് അവിടെ നമ്മൾ കൊടുക്കണേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ദൈവികതയാണ്. ശാന്തവും സമാധാനത്തോടും കൂടെ പോകുന്ന പ്രകൃതിയെ നമ്മൾ സംഹാരവും രൗദ്രമാക്കി മാറ്റുകയാണ്, അല്ലേ? നമ്മളായിട്ട് മാറ്റിയെടുക്കുന്നതാണ്, അല്ലാതെ പ്രകൃതിയല്ല. ചിലർ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ പറയാമെങ്കിൽ പ്രളയം നിർത്തിക്കൂടെ? നിർത്താം. നീ ചെയ്യേണ്ടത് നീ ചെയ്. എന്തേ? പ്രളയം ഉണ്ടാക്കാൻ നിനക്കറിയാലോ, ഉണ്ടാക്കിക്കാൻ. നിനക്ക് പ്രളയം ഉണ്ടാക്കിക്കാനുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് സാധിക്കും. അതേസമയം പ്രളയം ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കും പ്രകൃതിക്ക്. പക്ഷെ അപ്പോൾ ഒരു അടി കൊടുക്കണമെന്ന് തോന്നും. എന്തേ? നീ ചെയ്തതിനുള്ള കൂലി നിനക്ക് കിട്ടണ്ടേ? കിട്ടിയാലേ നീ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിൽ നിന്ന് നീ വിജ്ഞാനം നേട്. ഇനി ഇത് ഉണ്ടാക്കാതിരിക്കാനുള്ള മൂള നീ പ്രവർത്തിക്കേ. നിന്റെ ബുദ്ധി അത് പ്രവർത്തിക്കുന്നാണ് പ്രകൃതി പറഞ്ഞു കൊടുക്കുന്നത്, ചൊല്ലിക്കൊടുക്കണേ. ഒരേ സമയം തന്നെ സ്നേഹവും സാന്ത്വനവും സമാധാനവും കൊണ്ട് നടത്തുന്ന അതേ പ്രകൃതിയെ ഒരേ നിമിഷം കൊണ്ട് എന്താക്കി തീർക്കുക? രൗദ്രഭാഗമാക്കി തീർക്കുക. ഈ രൗദ്രം ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ അവിടെ കലക്കി മറിച്ച് ക്ലീനാക്കി കൊടുക്കും. എന്തിനാ ക്ലീനാക്കണേ? ഇനി നീ ഇങ്ങനത്തെ വേണ്ടാതിനും ചെയ്യരുത്. അവിടെ നീ ആശ്വാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് നല്ല വിവരവും ബുദ്ധിയുള്ള മനുഷ്യർ മനസ്സിലാക്കും. പ്രളയം വരുന്നതിന് മുന്നേ അറിയും പ്രകൃതിക്ക്, ഞാൻ എന്താ പ്രളയം വരുത്താൻ പോണെന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമ്മ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് ഈശ്വരീയത തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അമ്മ എങ്ങനെയാണ് പരിഹരിച്ചു കൊടുക്കുന്നത്? അനേകം രീതികളുണ്ട് കുഞ്ഞാ. അതായത് ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടുത്താതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവരെ കൊണ്ടാകുന്ന രീതിയിൽ അവർക്ക് എപ്രകാരമാണ് സാധ്യമാകുന്നത് ആ രീതി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു രോഗവും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണം ഉണ്ടെങ്കിലേ ആ രോഗിയെ ഡോക്ടർമാർ ചികിത്സിക്കുകയുള്ളൂ. ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിൽ ആ രോഗിക്ക് അവിടെ ചികിത്സ ഇല്ല, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരേപോലത്തെ രോഗിയാണെങ്കിലും അതായത് വിവിധ തരത്തിലുള്ള രോഗിയാണെങ്കിലും ആ രോഗിക്ക് എപ്രകാരമാണ് അത് സുഖപ്പെടുത്തേണ്ടത്, എപ്രകാരമാണ് ആ രോഗിയെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് ഒരു അമ്മ വളരെ വേദനയോടുകൂടി കരഞ്ഞു പറഞ്ഞിട്ട് വന്നു, എൻ്റെ മകള് വളരെ നല്ല ഉദ്യോഗത്തിലിരുന്ന കുട്ടിയാണ്, പെട്ടെന്നാണ് അതിന് മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വന്നത്. അത് ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ ഇതും ചെയ്തു, ചികിത്സ ചെയ്തു, മറ്റ് കാര്യങ്ങളിലെല്ലാം ചെയ്തു, താന്ത്രികം ചെയ്തു, പൂജാതി കർമ്മങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ വീണ്ടും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇതാണ് പറഞ്ഞത്, നമ്മൾ മൂലം കണ്ടുപിടിക്കണം. അതിന് കാരണമായ സംഗതിയെ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാരണത്തിലേക്ക് നമുക്ക് എത്താൻ എളുപ്പമാണ്, അല്ലേ? ഒരു രോഗത്തിൻ്റെ ആദി എന്താണ്, ഏത് രോഗാണുവാണ് അത് കടന്നിരിക്കുന്നത്, ആ രോഗാണുവിനെ എപ്രകാരം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും, ആ രോഗാണുവിനെ എന്തൊക്കെ കൊടുത്താൽ സാന്ത്വനിപ്പിക്കാൻ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും, പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റും, ആ രീതിയാണ് നാം നോക്കേണ്ടത്. അത് പഠന വിഷയമാക്കേണ്ട കാര്യമാണ്.
അത് എന്നിൽ തന്നെ ഒതുങ്ങാൻ എനിക്ക് താല്പര്യമില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ താല്പര്യം. കാരണം ആദ്യ കാലങ്ങളിൽ നമ്മുടെ അപ്പൂപ്പന്മാരെല്ലാം ചെയ്തിരുന്ന കാര്യങ്ങളാണ്. കുടുംബത്തിലെ ദേവത ഇങ്ങനെ അവർക്ക് മനസ്സിൽ പറഞ്ഞു കൊടുക്കും, ഇന്നത് ചെയ്യ്, ഇന്ന പച്ചില എടുത്തിട്ട് അതൊന്ന് കശക്കി ഒരു ഇത്തിരി മഞ്ഞൾ വെള്ളവും അല്ലെങ്കിൽ ഉപ്പും ചേർത്ത് അല്ലെങ്കിൽ പാലും ചേർത്തിട്ട് അത് കൊടുത്തു നോക്ക്. ഈ വിഷചികിത്സയൊക്കെ, ഉദാഹരണത്തിന് വിഷചികിത്സ എങ്ങനെ കണ്ടുപിടിച്ചു തുടങ്ങി? ആദ്യമേ ആർക്കും അറിയില്ലല്ലോ. മൂർഖന് വിഷമുള്ളതാണ്, അത് കടിച്ച വിഷം തീണ്ടിയതാണ്, ആ വിഷത്തിന് മറുവിഷം കൊടുക്കണം. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കക്ഷി ഇവിടെ വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് അമ്മ ഫോണിൽ നേരിട്ട് സംസാരിക്കില്ല എന്ന് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ സംസാരിക്കാൻ പറ്റാത്തതല്ല, സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചു. ദേവാലയത്തിലായിരുന്ന സമയത്ത് അദ്ദേഹം വളരെ വലിയൊരു പോസ്റ്റിൽ, പോലീസിൽ തന്നെയായിരുന്നു, വലിയ പോസ്റ്റിലിരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് അമ്മയെ ഫോണിൽ കിട്ടിയേ തീരുള്ളൂ എന്ന് പോറ്റിമാരെ വിളിച്ചറിയിച്ചു. ദേവാലയത്തിലുള്ള ആൾക്കാരെ വിളിച്ചറിയിച്ചപ്പോൾ അവർ അമ്മ നിർബന്ധമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞു. നിർബന്ധിച്ച കുഞ്ഞ് നിർബന്ധിച്ച് കരഞ്ഞാലൊരമ്മ എന്ത് ചെയ്യും? എടുക്കും അല്ലേ? അതെടുത്തു. 2 or 3 വാക്ക് സംസാരിച്ചു. അത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലോണം ചൂട് കയറി പറഞ്ഞു. കാതിലൂടെ ചൂട് കയറി, തലയൊക്കെ ആകെ ചൂട്, ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടായി. പിന്നെ ശരീരം മുഴുവനും അങ്ങ് വ്യാപിച്ചു. കുറച്ച് കുളിച്ചു നോക്കി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായി. അപ്പോൾ വീണ്ടും തോന്നി മനസ്സിൽ, ഇനി ഇങ്ങനെ ഫോൺ വിളിച്ചു, അമ്മ ആദ്യം സംസാരിക്കില്ല പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ച് സംസാരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു? കുറച്ച് നല്ല ചന്ദനം എടുത്തിട്ട് പന്നീരിൽ കുഴച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. കുഴച്ചു. അത് ആ ഭാഗം മുഴുവനും ഒന്ന് ഇടിയിക്കാൻ പറഞ്ഞു. ചെവിയുടെ അവിടെയും കഴുത്തിലും. എന്നിട്ട് ശരീരത്തിന് കുറച്ച് വെള്ളം കൊടുത്തു. ഇത് കുടിച്ചോളൂ പറഞ്ഞു. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആശ്വാസമായി. കാരണം നമ്മളൊരു മിസൈൽ അയച്ചാൽ തിരിച്ചവിടെ നിന്ന് വേറെന്ത് മിസൈലാണ് വരിക? ആൻറ്റി മിസൈൽ അയക്കും അവരല്ലേ? ഇതിനെ എന്ത് ചെയ്യാൻ? നിർവീര്യമാക്കാൻ ആണോ എന്ന് പറഞ്ഞതുപോലത്തെ കഥയാണ്. അതിനുശേഷമാണ് അമ്മ ആർക്കും ഫോണിലൂടെ സംസാരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ട് ഫോൺ എടുക്കില്ല, എന്തുകൊണ്ട് ഫോണിൽ സംസാരിക്കില്ല, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഫോണിൽ സംസാരിച്ചൂടെ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നൂടെ, ക്ലാസ് എടുത്തൂടെ, ഇങ്ങനെയൊക്കെയാ ചോദ്യം. അത് ഇപ്പോൾ ഉണ്ണിയോട് പറഞ്ഞപ്പോഴാണ് ഉണ്ണിക്ക് മനസ്സിലാവുന്നത് അല്ലേ? അനുഭവം, ഇതാ പറഞ്ഞത്, അനുഭവിച്ചറിയേണ്ടതാണ്. ഈശ്വരീയതയും ദൈവികതയും എന്ന് പറയുന്നത് വളരെ വിശാലമായ ബുക്കാണ്. എത്ര പേജ് മറിച്ചാലും പഠിച്ചാലും. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇതുപോലെ എന്താ പറയുക, പ്രഭാഷകന്മാരൊക്കെ ഉണ്ട് ഒത്തിരി പേര്. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനാണ് പാലക്കാടുകാരനായ ഒരു ശരത് ഹരിദാസ്. അദ്ദേഹം റിസർച്ചറും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാളിയുടെ കാവുകൾ അങ്ങനെ എന്തോ ഒരെണ്ണം കുട്ടിയോളം എനിക്ക് കൊണ്ട് കാണിച്ചു തന്നു. കുറച്ച് സമയം അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് കാണാനൊന്നും പറ്റില്ല, സ്റ്റാൻഡിലോ മറ്റോ. കാരണം അത് വല്ലാത്തൊരു വൈബ്രേഷൻ അതിനുമുണ്ട്, എനിക്കും ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റാൻഡിലും എല്ലാം വെച്ച് കാണാം. അദ്ദേഹം പറയുന്നുണ്ട് കാളി പ്രകൃതിയാണ്. അദ്ദേഹം നന്നായി പഠിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ദീക്ഷകളും വെറുതെ കൊടുക്കുന്നില്ല? നല്ലൊരു പ്രഭാഷകനാണ്. എനിക്ക് നേരിട്ട് കാണാൻ വളരെ ആഗ്രഹമുള്ള ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ. മനസ്സിലാകുന്നുണ്ടാവും ഞാൻ. കാരണം ദൈവികതയെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മുഴുവൻ അറിഞ്ഞിട്ടില്ല. അറിയണത് വീണ്ടും അറിയാൻ ഉള്ള ആകാംക്ഷയുണ്ട്, തീഷ്ണതയുണ്ട്. പഠിക്കുന്നുണ്ട്, റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്താ, വീണ്ടും നമുക്ക് ആ ബുദ്ധിയിലേക്ക് കൂടുതൽ വിജ്ഞാനം പകർന്നു കൊടുക്കാൻ ശക്തിക്ക് സാധിക്കും. എന്നെയാണ് കുഞ്ഞെ നീ അറിയുന്നത്, എന്നെ നീ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ നിന്നെ എനിക്കറിയാം, എനിക്ക് നിന്നെ വാരി പുണരാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കാളി അങ്ങനെ കൈവെള്ളയിൽ കോരിയെടുക്കും. അതാണ് അത് പ്രകൃതിയുടെ ഒരു പ്രത്യേക സ്നേഹവായ്പെന്ന് പറയുന്നത്. അവിടെ നിഷ്കളങ്കത വേണം. നേരത്തെ അമ്മ പറഞ്ഞു, നിങ്ങളുടെ ചാനലിൽ തന്നെ അനേകം ഗംഭീരന്മാരായ ആളുകളുണ്ടെങ്കിൽ പോലും ഒന്നും അറിയാത്തൊരു കുട്ടിയായ രാഹുലിനെ തന്നെ
വരണമെങ്കിൽ നിങ്ങൾ വരുന്നെങ്കിൽ രാഹുൽ ഇന്നലെ വിളിച്ച് പറഞ്ഞു അമ്മയെ ഒന്നും കൂടെ കാണണം, അമ്മയുടെ ഇൻ്റർവ്യൂ ഒന്നും കൂടെ എടുക്കണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ പ്രേക്ഷകരെ ആവശ്യപ്പെടുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ്. അപ്പോൾ രാഹുലിനെ അയച്ചോളുക. അതുമാണ് കാരണം നിഷ്കളങ്കതയുള്ളത്. ഒരുപാട് പഠിച്ചിട്ട് ഞാൻ എല്ലാ പീഠവും കയറിയിരിക്കുകയാണ്. ആ പീഠത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ നേരത്തെ കുഞ്ഞ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. വിവേകാനന്ദൻ ഒരുപാട് സിദ്ധികൾ നേടിയെങ്കിലും ആ സിദ്ധി ഒന്നും പുറത്തെടുക്കണ്ട. വിവേകാനന്ദനോട് വീണ്ടും എന്താ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെ. ലക്ഷ്യം എന്താ? ലക്ഷ്യത്തിലേക്ക് എത്തിയത് വിവേകാനന്ദൻ ഒരു ലക്ഷ്യത്തിലെത്തിയില്ല. പക്ഷേ വിവേകാനന്ദനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാളിയാണ്. കാളിയുടെ ഒരു ഓമനപുത്രൻ എന്ന് വേണം പറയാൻ. കാളിദാസൻ കഴിഞ്ഞാൽ വിവേകാനന്ദൻ, പരമഹംസർ എന്നൊക്കെ പറയുന്ന അവരുടെ ആ നിഷ്കളങ്കത ചില അവരിലേക്ക് കാളി അങ്ങ് നിറയും. കാളിയായിത്തീരുകയാണ്, അവർ കാളിയായിത്തീരുക. അപ്പോൾ അവിടെ സിദ്ധി വേണ്ട, താനെ ഉണ്ടാകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ?